സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ട്രംപിനെ വരച്ച വരയിൽ നിർത്തിയ കരാർ. അതാണ് ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ കുറിച്ച് ഭൂരിഭാഗം നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നത്. ഉറങ്ങിക്കിടന്ന ഇറാനെ വിളിച്ചുണർത്തി ട്രംപ് ബിരിയാണി കൊടുത്തുവെന്നും പറയാം. പിറന്നാൾ ദിനത്തിൽ കരാർ ഒപ്പിടാമെന്ന ട്രംപിന്റെ മോഹത്തെയും ഇറാൻ തല്ലിയുടച്ചു. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം പരാജയപ്പെട്ട അവസ്ഥയിലാണ് ട്രംപും നെതന്യാഹുവും ഉള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ. ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാനും മിസൈൽ പദ്ധതികൾ പരിമിതപ്പെടുത്താനും തുടങ്ങിയ യുദ്ധം ഒടുവിൽ ഹോർമൂസ് തുറക്കാനും ഇറാന്റെ ഫണ്ടുകൾ വിട്ടുകൊടുക്കാനുമുള്ള സമാധാന കരാറായി മാറിയിരിക്കുന്നു. ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച പിന്നീട് മാത്രം. മിസൈൽ പദ്ധതിയെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല. ഇറാന്റെ പ്രോക്സികളെ തൊടാനായിട്ടുമില്ല. അതായത് വെള്ളിയാഴ്ച ജനീവയിൽ ഒപ്പിടുന്ന സമാധാന കരാറിലൂടെ തന്ത്രപരമായ 7 നേട്ടങ്ങളാണ് ഇറാന് ഉണ്ടായിരിക്കുന്നത്. എന്നുവെച്ചാൽ ട്രംപും നെതന്യാഹുവും ചേർന്ന് ഇറാന് ഈ യുദ്ധത്തിലൂടെ നൽകിയിരിക്കുന്നത് 7 നേട്ടങ്ങളാണ് എന്ന് വിലയിരുത്താം. UAE ഇറാന് കൈമാറിയ പണം ഇറാന്റെ നേട്ടങ്ങളുടെ തുടക്കമെന്നും പറയാം. ഇറാൻ പറഞ്ഞിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ യുദ്ധം തുടങ്ങിക്കോളൂ, പക്ഷേ നിർത്തുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഇറാൻ നേതാക്കളുടെ വാക്കുകൾ അർത്ഥവത്തായി മാറിയിരിക്കുന്നു എന്നും കാണാം. 60 ദിവസത്തെ ചർച്ചയിലും ഇറാന്റെ കൺട്രോൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഇതോടെ ഉറപ്പാവുകയാണ്. ഇറാൻ അമേരിക്ക കരാറിൽ എന്തൊക്കെ പറയുന്നു, അതെങ്ങനെ ഇറാന്റെ 7 നേട്ടങ്ങളായി മാറുന്നു എന്നതാണ് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കുന്നത്. ആദ്യം എന്താണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പിടാൻ പോകുന്ന 14 കരാർ എന്നത് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കാം. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ പശ്ചിമേഷ്യൻ യുദ്ധമുഖങ്ങളിലും ഉടനടിയും ശാശ്വതമായതുമായ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കും. അതാണ് കരാറിലെ ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്, ഹോർമൂസ് കടലിടുക്ക് തുറക്കും. മൂന്നാമത്, ഇറാനു ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്ന സൈനിക വ്യൂഹങ്ങളെയും കപ്പലുകളെയും അമേരിക്ക പിൻവലിക്കും. ഇതിന്റെ ഭാഗമായി ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധവും 30 ദിവസത്തിനകം പൂർണ്ണമായി നീക്കും. അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാന്റെ $24 മില്യൺ പകുതി തുക, ഏകദേശം 1 ലക്ഷം കോടി രൂപ അടുത്ത ഘട്ട ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാന് വിട്ടു നൽകും. ബാക്കി തുക 60 ദിവസത്തെ ചർച്ചാവേളയിൽ ഘട്ടം ഘട്ടമായി വിട്ടു നൽകും. ഇനിയുള്ളത് 60 ദിവസത്തെ ചർച്ചകളിൽ തീരുമാനിക്കാനുള്ള കാര്യങ്ങളാണ്. ഇറാന്റെ ആണവ പദ്ധതികളും ഇറാന് മേലുള്ള ഉപരോധം നീക്കലും യുദ്ധക്കെടുതികൾ നേരിട്ട മേഖലയിൽ കുറഞ്ഞത് $300 ബില്യൺ പദ്ധതികളുമെല്ലാം 60 ദിവസത്തെ ചർച്ചകളിലൂടെ തീരുമാനിക്കും. ഒപ്പം ഹോർമൂസിൽ ഈ 60 ദിവസത്തിന് ശേഷം ഹോർമൂസിൽ അവിടുത്തെ സേവന ഫണ്ട് പിരിക്കുകയും ചെയ്യും. കരാർ ഒപ്പിടാൻ തീരുമാനിച്ചെങ്കിലും ഇറാൻ കർശനമായ നിലപാടാണ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. വെറുമൊരു സമാധാന കരാർ ഒപ്പിട്ടത് കൊണ്ട് കാര്യമില്ല എന്നും യുദ്ധം അവസാനിപ്പിക്കുക, ഉപരോധങ്ങൾ പിൻവലിക്കുക, മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ തിരികെ നൽകുക എന്നീ വാഗ്ദാനങ്ങൾ അമേരിക്ക പൂർണ്ണമായും പാലിച്ചാൽ മാത്രമേ തുടർന്നുള്ള 60 ദിവസത്തെ അന്തിമ ചർച്ചകളിലേക്ക് ഇറാൻ കടക്കൂ എന്നാണ് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി വ്യക്തമാക്കിയത്. ആദ്യം അമേരിക്ക പ്രവർത്തിച്ചു കാണിക്കട്ടെ എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇറാൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കാരണം ഇറാന് അമേരിക്കയിൽ നിന്ന് ഏറ്റ മുൻ ചതികളുടെ പശ്ചാത്തലത്തിലാണ്. ഈ 14 കരാർ പരിശോധിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തതുപോലെ തന്ത്രപരമായ എല്ലാ കാര്യങ്ങളും ഇറാന് അനുകൂലമാണ് എന്നത് കാണാം. ഇനി ഈ യുദ്ധവും ഈ സമാധാന കരാറും ഇറാന് നൽകിയ 7 നേട്ടങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ നേട്ടം, അമേരിക്കയും ഇസ്രയേലും യുദ്ധം തുടങ്ങാൻ കാരണമെന്ന് പറഞ്ഞ ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നത്തേക്ക് മാറ്റി എന്നത് തന്നെയാണ് ഒന്നാമത്തെ നേട്ടം. ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ഉറപ്പും ഇപ്പോൾ ഒപ്പിടുന്ന ആദ്യ കരാറിൽ ഇറാൻ നൽകുന്നില്ല. 60 ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കുന്നത്. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുകയോ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന നിർദ്ദേശം ഇറാൻ അംഗീകരിക്കുന്നില്ല. യുറേനിയം വീര്യം കുറച്ച് രാജ്യത്ത് തന്നെ സൂക്ഷിക്കാമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇത് അമേരിക്ക അംഗീകരിക്കുന്നില്ല. ഇവിടെയാണ് തർക്കം നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇസ്ഫഹാനിലുള്ള ഭൂഗർഭ അറകളിലുള്ള ഇറാന്റെ യുറേനിയം അമേരിക്കയ്ക്ക് തൊടാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത്. ഭൂഗർഭ അറകൾ മൂടിയ ഇറാൻ അവിടെ മൈനുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പേജ് 10 സ്റ്റോറീസ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഈ തംബ്നെയിലിൽ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും യുദ്ധ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെ അവിടെ പാളിയിരിക്കുകയാണ്. അതാണ് ഇറാന്റെ ഏറ്റവും വലിയ വിജയം. ഇനി രണ്ടാമത്തെ നേട്ടം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കരാറിൽ ചർച്ച ചെയ്യില്ല എന്നതാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ പരിമിതപ്പെടുത്തണം എന്നതായിരുന്നു
ഇസ്രയേലിൻ്റെ എല്ലാ കാലത്തെയും എപ്പോഴത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അല്ലെങ്കിൽ തങ്ങൾക്ക് അത് വലിയ സുരക്ഷാ ഭീഷണിയാണ് എന്നതായിരുന്നു നെതന്യാഹുവിൻ്റെ പക്ഷം. അതിന് കാരണം ഇസ്രയേലിൻ്റെ പേര് കേട്ട പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇറാൻ്റെ ഈ അത്യാധുനിക മിസൈലുകൾ തരിപ്പണമാക്കിയത് തന്നെയാണ്. ഇസ്രയേലിൽ വലിയ നാശം വിതച്ചതുകൊണ്ടാണ്. ഇറാൻ്റെ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈലുകൾ നോക്കി നിൽക്കാനേ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. മാത്രമല്ല, അമേരിക്കയുടെ സൈനിക താവളമായ 4000 കിലോമീറ്റർ അപ്പുറമുള്ള ഡീഗോഗാഷിയിലേക്ക് വരെ ഇറാൻ മിസൈൽ അയച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം നെതന്യാഹു മുന്നോട്ട് വെച്ചത്. ട്രംപ് അത് കരാറിൽ ഉൾപ്പെടുത്താൻ പരമാവധി നോക്കിയെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഇറാൻ ശക്തമായി എതിർത്ത് തോൽപ്പിച്ചു. ഇതെന്തായാലും ഇറാൻ്റെ വലിയ നേട്ടവും നെതന്യാഹുവിൻ്റെ വലിയ പരാജയവുമാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. മൂന്നാമത്തെ നേട്ടം ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കും ഇറാൻ സൈനിക സാമ്പത്തിക സഹായം നൽകുന്നത് നിർത്തണമെന്നതായിരുന്നു ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അതും ഈ കരാറിൽ ഉൾപ്പെടുത്താൻ ഇറാൻ സമ്മതിച്ചിട്ടില്ല. ട്രംപിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇതും നെതന്യാഹുവിന് ഏറ്റ വലിയ തിരിച്ചടിയാണ്. അതായത് യുദ്ധത്തിന് കാരണമായി പറഞ്ഞ 3 കാരണങ്ങൾ: 1 ആണവ ഊർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ടത്, 2 മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ടത്, 3 പ്രോക്സി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടത്. ഈ 3 കാര്യങ്ങളിലും കൃത്യമായ ഉറപ്പ്, 2 കാര്യങ്ങൾ കരാറിലേ ഇല്ല, ഒരു കാര്യത്തിൽ കൃത്യമായ ഉറപ്പും കിട്ടിയിട്ടില്ല. അതാണ് ഇറാൻ്റെ വിജയം. ഇനി ഇറാൻ്റെ 4ാമത്തെ നേട്ടത്തിലേക്ക് വന്നാൽ, വർഷങ്ങളായി വിവിധ അന്താരാഷ്ട്ര ബാങ്കുകളിൽ ഉപരോധത്തിലൂടെ അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ തിരികെ ലഭിക്കുന്നത് ഇറാൻ്റെ മറ്റൊരു സാമ്പത്തികമായ തന്ത്രപരമായ വിജയമാണ് എന്നാണ് വിലയിരുത്തൽ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇറാന് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ഈ പണം വലിയ സഹായകരമാകും. ഏകദേശം $24 ബില്യൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് 2 ലക്ഷം കോടി രൂപയാണ് ഇറാന് ഇങ്ങനെ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ UAE $3 ബില്യൺ, അതായത് ഏകദേശം 25,000 കോടി രൂപ ഇതിനകം ഇറാന് കൈമാറിക്കഴിഞ്ഞു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. UAEയുടെ ബിസിനസ് നഗരങ്ങളായ ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷമാണ് UAE ഈ പണം വിട്ടുകൊടുക്കാൻ നിർബന്ധിതരായി എന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ മരവിപ്പിച്ച പണം തിരികെ തന്നില്ല എങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളും എണ്ണ കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും സുരക്ഷിതമായിരിക്കില്ല എന്ന കൃത്യമായ സന്ദേശം നൽകാൻ ഇറാന് ഈ ആക്രമണങ്ങളിലൂടെ കഴിഞ്ഞു. പണം കിട്ടിത്തുടങ്ങിയത് കൊണ്ടാണ് പിന്നീട് നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് ഇറാൻ UAEയെ ഒഴിവാക്കിയത്, കുവൈറ്റിനെയും ജോർദാനെയും ബഹ്റൈനെയും ലക്ഷ്യമിട്ടത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി $20 ബില്യൺ ഇറാന് നൽകാനാണ് UAE തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ റോയിറ്റേഴ്സ് വാർത്ത UAE നിഷേധിച്ചിരിക്കുകയാണ്. കാരണം കരാർ ഒപ്പിടും മുമ്പ് പണം കൈമാറി എന്നത് സമ്മതിച്ചാൽ അത് ട്രംപിന് നാണക്കേടാണ് എന്നതുകൊണ്ടാണ് UAE ഇപ്പോൾ അത് സമ്മതിക്കാത്തത്. എന്തായാലും ഇറാൻ്റെ സൈനിക ഭീഷണിക്ക് മുന്നിൽ UAEക്ക് മുട്ടുമടക്കേണ്ടി വന്നു, അതിലൂടെ ട്രംപിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി 5ാമത്തെ നേട്ടത്തിലേക്ക് പോയാൽ, ഇറാന് ഹോർമൂസിൽ നിന്ന് സ്ഥിരമായ ഒരു വരുമാന മാർഗം ഉണ്ടായി. അത് ട്രംപ് കാരണം ഉണ്ടായി എന്നതാണ്. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സേവന ഫണ്ട് പിരിക്കാനുള്ള അവകാശമാണ് ഇറാൻ നേടിയെടുത്തിരിക്കുന്നത്. 60 ദിവസത്തിന് ശേഷമായിരിക്കും ഈ ഫണ്ട് പിരിക്കുക. ഇത് ടോൾ അല്ല എന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. കപ്പലുകൾക്ക് നൽകുന്ന നാവിക സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, കപ്പലുകളുടെ ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ ഫണ്ട് ഈടാക്കുക. ഇക്കാര്യം കരാറിൽ അവസാന നിമിഷം ഉൾപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാവി ഭരണം പൂർണ്ണമായും ഇറാൻ്റെയും ഒമാൻ്റെയും പരമാധികാരത്തിലായിരിക്കുമെന്ന് കരാറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ ഫാഴ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ മാരിടൈം സർവീസസ് എന്ന വാക്ക് ഉൾപ്പെടുത്താൻ അമേരിക്ക സമ്മതിച്ചതോടെ ഫണ്ട് പിരിക്കാനുള്ള ഇറാൻ്റെയും ഒമാൻ്റെയും അവകാശത്തെ അമേരിക്കയ്ക്ക് നിയമപരമായി തന്നെ അംഗീകരിക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് ഇറാനുള്ള ജിയോ പൊളിറ്റിക്കൽ നേട്ടമാണ്. ഇനി 6ാമത്തെ നേട്ടത്തിലേക്ക് വന്നാൽ, ഇറാൻ ജനത വീണ്ടും ഭിന്നതകൾ മറന്ന് ഒരുമിച്ചു എന്നതാണ് ഈ യുദ്ധത്തിലൂടെ. അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കും മുമ്പ് ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉഴറുകയായിരുന്നു ഇറാൻ. അത് യുദ്ധത്തോടെ മാറി. ഇറാൻ നേതൃത്വത്തോട് ജനത പൂർണ്ണമായ കൂറ് പിന്നീട് ഈ യുദ്ധത്തിന് ശേഷം പ്രകടിപ്പിക്കുന്നതാണ് ലോകം കണ്ടത്. ഇനി 7ാമത്തെ നേട്ടത്തിലേക്ക് വന്നാൽ, മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നതാണ്. ഇറാൻ്റെ പല നീക്കങ്ങൾക്കും ഇപ്പോൾ സൗദിയുടെയും ഒമാൻ്റെയും രഹസ്യ പിന്തുണയുണ്ട് എന്നാണ് അമേരിക്ക തന്നെ വിലയിരുത്തുന്നത്. മാത്രമല്ല, അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളിലൂടെ അറബ് ജനതയുടെ മനസ്സിൽ ഹീറോ പരിവേഷം നേടാനും ഇറാന് കഴിഞ്ഞു. സൈനികമായി നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ വിപ്ലവ സേന, അതായത് IRGC കൂടുതൽ ശക്തരാവുകയും ചെയ്തു.
ഇതെല്ലാം കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഉപമ ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷത്തിൽ തീർത്തും അനുയോജ്യമായി മാറുന്നത്. അതായത് ഉറങ്ങിക്കിടന്ന ഇറാനെ വിളിച്ചുണർത്തി ട്രംപും നെതന്യാഹുവും ബിരിയാണി കൊടുത്തു എന്ന് നമുക്കിതിൽ നിന്ന് പറയാൻ കഴിയും. കടുത്ത ഉപരോധങ്ങളിലും അമേരിക്കയും ഇസ്രയേൽ ചാരന്മാരും സൃഷ്ടിച്ച ആഭ്യന്തര പ്രശ്നങ്ങളിലും പെട്ട് സാമ്പത്തികമായി ശ്വാസം മുട്ടി നിന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തോടെ അവർ കടുത്ത സൈനികമായ പ്രതിസന്ധിയിലുമായി. എന്നാൽ ഇറാൻ തളർന്നില്ല. അവർ പേർഷ്യൻ പോരാട്ട വീര്യം പുറത്തെടുത്തു. ട്രംപിനെയും നെതന്യാഹുവിനെയും ഹോർമൂസിലൂടെ ബന്ദിയാക്കി, ലോകത്തെ ആകെ ബന്ദിയാക്കി എന്ന് തന്നെ പറയാം. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച് സൈനികമായി കരുത്ത് കാട്ടി. ഒടുവിൽ എങ്ങനെയെങ്കിലും ഒരു കരാർ എന്ന രക്ഷാകവചത്തിലേക്ക് ട്രംപിന് ഒളിക്കേണ്ടി വന്നു. ഒടുവിൽ പുതിയ കരാറിലൂടെ ഇറാന് പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനവും പശ്ചിമേഷ്യയിലെ കരുത്തൻ, ഏറ്റവും വലിയ കരുത്തൻ എന്നുള്ള സ്ഥാനവുമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോഴും നെതന്യാഹുവിൻ്റെ കുതന്ത്രങ്ങളെ ഇറാൻ വളരെ കരുതലോടെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച കരാർ ഒപ്പിടും മുമ്പ് ലെബനനിലേക്കുള്ള എല്ലാ ആക്രമണങ്ങളും ഇസ്രയേൽ നിർത്തണമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക അക്കാര്യത്തിൽ വാക്ക് പാലിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തും, കരാറൊന്നും ഞങ്ങൾ നോക്കില്ല, ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഇറാൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ലെബനൻ ഇറാൻ്റെ ഹൃദയമാണ്, ഹൃദയത്തോടൊപ്പം സൂക്ഷിക്കുന്ന രാജ്യമാണ് എന്നാണ് ഇറാൻ നേതാക്കൾ പറയുന്നത്. ട്രംപും നെതന്യാഹുവും ഇക്കാര്യം ഫോണിലൂടെ സംസാരിച്ചു, ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കരാറിനെക്കുറിച്ച് ഇരുവരും സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത. ട്രംപ് വീണ്ടും കടുത്ത ഭാഷയിൽ നെതന്യാഹുവിനോട് സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട് വരുന്നത്. പക്ഷേ അപ്പോഴും നെതന്യാഹുവാണ് ചതിയുടെ ആശാനാണ്. അതാണ് ലോകത്തിൻ്റെ ആശങ്കയും. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകളുടെ ഉള്ളറിയുന്ന വിശകലനങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.